ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു 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 എന്താ പറയുക ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കോടതി ചിലപ്പോൾ തന്നെ അങ്ങ് കുറ്റവിമുക്തനാക്കി പറഞ്ഞു വീട്ടിൽ വിടും. പക്ഷേ ദിലീപേട്ട തന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് വിടത്തില്ല. മാക്സിമം ഇന്നത്തെ ദിവസം തന്നെ ഊറ്റി കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു മൂഡിലാണ് ചില മാധ്യമങ്ങൾ. പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ ഓക്കെ ആയിക്കോട്ടെ. പക്ഷേ കോടതി വന്ന് കോടതി വിധിയും പറഞ്ഞതിന് ശേഷം അയാൾ വീട്ടിൽ പോയി. വീട്ടിൽ കയറി പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യയും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കൂടെ ഒന്ന് സന്തോഷം പങ്കിടാൻ അതും പറ്റത്തില്ലേ? അതും ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നമ്മുടെ ഓൺലൈൻ പാപ്പരാസികൾ എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ ക്യാമറയും കൊണ്ട് പാവങ്ങൾ നടന്ന് ഓരോ സിനിമാക്കാരുടെയൊക്കെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ചാനലിലിട്ട് കാശുണ്ടാക്കുന്ന പാവങ്ങൾ. അവർ ആരുടെയെങ്കിലും ഫ്രണ്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ചെറിയ ഫോണിൽ വീഡിയോ എടുത്താൽ അത് വലിയ കുറ്റമാണ്. ഇവിടെ വലിയ ക്യാമറയും വലിയ മറ്റേ ഹെലികോപ്റ്റർ ഷോട്ട് എടുക്കാനുള്ള സാധനമൊക്കെ ആയിട്ട് ആ മനുഷ്യൻ്റെ വീട്ടിലും എന്തോന്നാണ് ഇത്? ഇതൊന്നും ഒരു തെറ്റല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതൊന്നും ഒരു തെറ്റല്ലേ? ദിലീപേട്ടൻ നല്ല ഒന്നാന്തര ഊക്കെന്ന് തന്നെ പറയും ചില ചാനലിട്ട് കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഒരുപാട് ആളുകൾ ദിലീപേട്ടനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. ജനങ്ങൾ സാധാരണക്കാർ അവർക്ക് ഈ ഒരു കേസ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിധി വന്നതിന് ശേഷം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കി അങ്ങ് പോകാം. നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ആർക്കും ഇവിടെ നീതി കിട്ടിയിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ആ നടിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രതി, രണ്ടാം പ്രതി, മൂന്നാം പ്രതി, നാലാം പ്രതി, അഞ്ചാം പ്രതി, ആറാം പ്രതി എല്ലാത്തിനെയും തൂക്കി അകത്തിട്ടുണ്ട്. അവന്മാർക്ക് ശിക്ഷ കിട്ടും. പക്ഷെ ഇവന്മാരെ കൊണ്ട് ഈ വൃത്തികേട് ചെയ്യിപ്പിച്ചത് അതാരാണ്? അതാരാണെന്നും കൂടെ തെളിഞ്ഞാലല്ലേ നീതി എന്ന് പറയുന്ന ഒരു സാധനം ആ നടിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ കാര്യം 8-9 വർഷം അനുഭവിച്ചടേ. 8-9 വർഷം അനുഭവിച്ചു പുള്ളി. ഇനി എന്ത് നീതി? ഇനി മുന്നോട്ടുള്ള ജീവിതം പുള്ളിക്ക് സമാധാനമാക്കി അങ്ങ് വിട്ടുകൊടുക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അപ്പോഴും കോടതിയിൽ നിന്ന് വിധി കഴിഞ്ഞ് ഇറങ്ങിയിട്ടും അയാളുടെ പുറകെയാ. എന്ത് കാര്യത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുറകെ നടന്നുള്ള ചൊറിച്ചിൽ കാരണമാണെന്ന് തോന്നുന്നു പുള്ളി ഈ ഡയലോഗ് അടിച്ചത്. നിങ്ങളിതൊന്ന് കേട്ടോണേ. പറഞ്ഞു ഈ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള ഒറ്റ വാക്കിൽ നിന്നാണോ ഇത് ഡെവലപ്പ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം. നല്ല തിരക്കുണ്ട് സാറേ. അല്ല ഇനി അടുത്ത എങ്ങോട്ടാ പോണേന്ന് അറിഞ്ഞാലേ ആ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഉറക്കം വരത്തുള്ളൂ. എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോട്ടറേ, വെറുതെ വിടറേ. ആ ഒരു മൂഡിലാണ് ദിലീപേട്ട മറുപടി പറയുന്നത്. വിട്ടൂടെ ആ മനുഷ്യനെ? ഞാനതാ ചോദിക്കുന്നത്. നിങ്ങളുടെ പോയി ഒരുപാട് വിഷ്വൽസ് ഇപ്പോഴും ഇങ്ങനെ ഓൺലൈൻ മീഡിയാസ് എന്നല്ല, നമുക്കിങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴിയും ചാനലുകൾ വഴിയൊക്കെ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ വരുന്ന സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊന്നും സംസാരിക്കാനൊന്നും ഇല്ല. കാരണം പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു ഒരൊറ്റ വീഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും പുള്ളിയുടെ പുറകെ നടക്കുക. പുള്ളി കോടതിയിൽ നിന്ന് ഇറങ്ങി പുള്ളിയുടെ വക്കീലിനെയൊക്കെ പോയി കാണുന്നുണ്ട്. അവിടെയൊക്കെ പോയതിനു ശേഷം ഇറങ്ങുമ്പോഴൊക്കെയാണ് ഈ സംഗതിയൊക്കെ നടക്കുന്നത്. പുറകെ ചെല്ലുക. ദിലീപേട്ട എന്തൊക്കെയുണ്ട് ദിലീപേട്ട? സുഖമാണോ? ഇന്ന് ഉച്ചയ്ക്ക് പൊറോട്ടയും ചിക്കനും ആണോ? എന്താണ് ഇത്? പുള്ളി പറഞ്ഞു അന്നത്തെ ആ ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥ, അവർ അടിയിലുള്ള അവർ ഒപ്പിച്ചെടുത്ത കുറച്ച് ചേട്ടന്മാർ, പോലീസുകാർ, കുറച്ച് ചെറ്റകൾ എന്നുള്ളൊരു വാക്കാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ആ ഒരു കുറച്ച് ആൾക്കാർ അവന്മാരെല്ലാവരും കൂടെ ചേർന്ന് പുള്ളിക്കിട്ട് കൊടുത്തു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ആരാണ്? പേര് പറയാമോ? തപ്പിപ്പോയി കണ്ടെടുക്ക്. പുള്ളി പറഞ്ഞാണൊക്കെ എനിക്കും പറയാനുള്ളൂ. പോയി തപ്പിയാൽ മതി, കിട്ടുമല്ലോ. എന്നാൽ ആരാണ് ഈ കേസ് അന്വേഷിച്ചതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയാണെന്ന് അവർ പറയുന്നുണ്ട്. മതി, ആ സ്ത്രീയുടെ. നമ്മളൊന്നും പേര് പറയുന്നില്ലേ? വയ്യേ തപ്പിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ ഈ ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ഉണ്ടല്ലോ, തപ്പിയെടുത്താൽ പോരെ. എന്നിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്. പുള്ളിയുടെ വാ കൊണ്ട് തന്നെ ഈ ആ പേര് കേട്ട് ഇനി അതിൻ്റെ പേര് പുള്ളിക്ക് അടുത്ത പണി വരാൻ എന്തിനാ?
അനുഭവിച്ചു ഇല്ലേ? 8-9 വർഷം അനുഭവിച്ചു. പുള്ളി മറ്റേ തെറ്റുകാരനാണെന്നോ തെറ്റുകാരനല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയത്തില്ലടേ, നമുക്കറിയത്തില്ല. നമ്മളിപ്പം അതങ്ങോട്ട് അത്രയും 100% കോടതി വെറുതെ വിട്ടു. ഓക്കെ, ഈ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു, കാശുള്ളവനെ വെറുതെ വിടും, കാശുള്ളവന് പ്രശ്നം ഉണ്ടാവത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ഒരു പരിധിക്കുള്ള അതിനെ തീർക്കുന്നില്ല. കാശുള്ളവൻ്റെ കൂടെ ഇന്നിവിടെ നിയമമുണ്ട്, അത് നമ്മൾ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാനത് പറയുന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു പോയിന്റ് അതുള്ളത് തന്നെയാണ്. കാശുണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു 8-9 കൊല്ലം അങ്ങനെ അനുഭവിച്ചില്ലേ? എന്തോരം എനിക്ക് തോന്നുന്നു ഈ ആകെ ഒരു 2-3 സിനിമ എങ്ങാണ്ട്, ആ രാമലീല, അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇനി ഈ അടുത്തൊരു സിനിമ, ഇത്രയൊക്കെ പുള്ളിക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളടേ. ബാക്കി മൊത്തം ആട്ടും പുറ്റും ചെയ്യുന്ന പടവും എല്ലാം ഫ്ലോപ്പ്. ഈ ഒരു അവസ്ഥയിലായിരുന്നു. മനസ്സ് ആ ഒരു സാധനം നല്ല രീതിയിൽ ഇരുന്നെങ്കിലല്ലേ നല്ല സിനിമകൾ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി പുള്ളിക്ക് കുറേ വർഷങ്ങൾ. പുള്ളി ചെയ്ത തെറ്റിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടാനുള്ളതൊക്കെ നല്ല രീതിയിൽ കിട്ടി ബോധിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പുള്ളി ഒന്നും ചെയ്യാതെ ഇത്ര അനുഭവിച്ചെങ്കിൽ എൻ്റെ പൊന്നെ സമ്മതിക്കണ്ടേ ആ മനുഷ്യനെ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ അകത്തുണ്ടല്ലോ, ഇവന്മാരെ കൊണ്ട് ആരെ ഇത് ചെയ്യിപ്പിച്ചത് അത് തെളിയുമ്പോഴാണ് ആ നടിക്ക് നീതി കിട്ടുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ദിലീപിനെ തന്നെ പിടിച്ച് അകത്തിട്ടാലും നദിക്ക് നീതി കിട്ടത്തുള്ളൂ എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ആരാണിത് ചെയ്യിപ്പിച്ചത് അയാളെ വേണം പിടിക്കാൻ. അപ്പോഴാണ് നടിക്ക് കിട്ടുന്നത് നീതി. അല്ലാതെ ചിലപ്പോൾ തെറ്റുകാരനല്ലാത്ത ഈ ദിലീപിനെ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ നീതി കിട്ടൂ എന്ന് പറയുന്നത്, അതിനോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇനി ഞാൻ പറയുന്ന മാത്രം നിങ്ങൾ കേൾക്കേണ്ട. ഒരു അഡ്വക്കേറ്റ് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ടോണേ. പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8-ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത് ദിലീപിനെതിരെ. കേട്ടല്ലോ നിങ്ങൾ, ഞാനല്ല പറയുന്നത്, ഒരു അഡ്വക്കേറ്റ് തന്നെ പറയുന്നതാണ്. തെളിവുകളൊന്നുമില്ല. 8-ാം പ്രതിയെ കണക്ട് ചെയ്യിക്കാനായിട്ട്, ഈ ഒരു കേസുമായിട്ട് കണക്ട് ചെയ്യിക്കാനുള്ള തെളിവുകളൊന്നുമില്ല. ഇപ്പോൾ കുറേ പേര് പറയുമായിരിക്കും തെളിവുകളൊക്കെ മുക്കിക്കളഞ്ഞതായിരിക്കുമെന്ന്. എതിർക്കുന്നില്ല ഞാൻ. ഇതുള്ളവന് ചിലപ്പോൾ അതും നടക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇത്രയും വർഷമായില്ലേ, എന്തെങ്കിലുമൊക്കെ എത്രയൊക്കെ മുക്കിക്കളഞ്ഞാലും, അങ്ങനെയാണല്ലോ പറയുന്നത്, എത്രയൊക്കെ മുക്കിക്കളഞ്ഞാലും ചില സാധനങ്ങൾ മുങ്ങാതെ പൊങ്ങി വരും എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ? ഇതങ്ങനെ ഒന്നുമില്ല. പുള്ളിക്കെതിരെ നിരത്താനായിട്ട് തെളിവുകളില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ 8-ാം പ്രതി തന്നെ ആക്കിയിട്ടത് പുള്ളിയെ. അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ മേപ്പോട്ട് കയറി വരത്തില്ലായിരുന്നോ? മനസ്സിലായില്ലേ? അപ്പോൾ 7-ാം പ്രതി എന്ന് പറയുന്നത് ബാക്കിയുള്ള 6 പ്രതികൾക്കും താമസിക്കാൻ സൗകര്യം കൊടുത്ത ആളാണ് 7-ാം പ്രതി. 7-ാം പ്രതിയെ വെറുതെ വിട്ടു. ആ 7-ാം പ്രതിയിൽ അത്രയും പോലും മൂല്യമില്ല 8-ാം പ്രതിക്ക്. കാരണം പുള്ളി ഒന്നും ചെയ്തിട്ടില്ല, തെളിവുകളില്ല പുള്ളിക്ക്. അപ്പം പിന്നെ പുള്ളിയെ വെറുതെ വിടാതെ പുള്ളിയെ പിടിച്ച് അകത്തിട്ട് ഇടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇദ്ദേഹം തന്നെ പറയുന്നത്. കാരണം ചില ആളുകൾക്ക് സംശയം കാണും, ഈ 8-ാം പ്രതി 1-ാം പ്രതിയായിട്ട് കണക്റ്റഡ് ആണല്ലോ, അങ്ങനെ കുറേ തെളിവുകൾ വന്നല്ലോ എന്നൊക്കെ. അതിനുള്ള മറുപടി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നിങ്ങളതൊന്ന് കേൾക്കുക. ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു എന്താ പറയുക, ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആലോചനകളുടെ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിൻ്റെ കേസ്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ ദിലീപും A1-ഉമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന്, ഇന്ത്യയിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒരു നിയമവും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള പോലീസുകാർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എത്രയോ ആളുകളെ അക്യൂട്ട് ചെയ്യുന്നു, എത്രയോ ആളുകളെ നിരപരാധികളെ പ്രതികളാക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ, എന്ത് ചെയ്യാൻ പറ്റും? ഒരു വക്കീൽ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ കേട്ടല്ലോ. ചില കേസുകളിൽ നിരപരാധികളെ അപരാധികളാക്കി മാറ്റാറുണ്ട്, ചില അപരാധികളെ നിരപരാധികളാക്കി മാറ്റാറുമുണ്ട്. ഈ കേസിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 1-ാം പ്രതിയും 8-ാം പ്രതിയായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകൾ, ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് ഒരു തെളിവും ഇല്ല. മനസ്സിലാക്കണം നമ്മളത്. എന്തെങ്കിലുമൊക്കെ തെളിവ് കാണണ്ടേ? കുറേ പേര് മറ്റേ മൊഴി മാറ്റി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്.
പിടികിട്ടിയില്ലേ? എന്തുകൊണ്ട് അവർ മൊഴി മാറ്റി പറഞ്ഞു? എന്താ അവരെ കാശ് കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണോ? അത്യാവശ്യം കാശുള്ള ടീമുകളൊക്കെ തന്നെയാണ് ഈ മൊഴി മാറ്റിയിട്ടുള്ളത്. കാശ് കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അല്ലെങ്കിൽ ചിന്തിച്ച് കാണത്തില്ലേ, ഓക്കെ ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ പെൺകുട്ടി, അപ്പോൾ അവർക്ക് വേണ്ടി മൊഴി മാറ്റരുത് എന്നൊരു നിമിഷമെങ്കിലും ചിന്തിക്കത്തില്ലേ? പ്രത്യേകിച്ച് കാശ് കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവരെ ആരെയും പറ്റത്തില്ല. അപ്പോൾ അവരെന്തുകൊണ്ട് മൊഴി മാറ്റി? അവരും ചിലപ്പോൾ ചിന്തിച്ച് കാണും, ഓക്കെ ഇത് ഇങ്ങനെ അല്ലല്ലോ, ഞങ്ങളുടെ തോട്ടാണല്ലോ, പുള്ളി അന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടിയോണ്ടായിരിക്കും അവർ ചിലപ്പോൾ മൊഴി മാറ്റിയത്. മനസ്സിലായില്ലേ? ആദ്യമേ എല്ലാവരും ആ പെൺകുട്ടിയുടെ കൂടെ ഓക്കെ ചാടിക്കയറി എല്ലാവരും അവളുടെ കൂടെ തന്നെ നിൽക്കും. ഇവിടെ ഒരു സംശയം കാണും, അങ്ങനെ ആയിരിക്കത്തില്ല പുള്ളി, എന്നാലും അല്ല അവളാണ് അനുഭവിച്ചത്, അവളുടെ കൂടെ നിൽക്കാം എന്നും പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി കാണും, ഒന്ന് തിങ്ക് ചെയ്ത് കാണും അവർ, അങ്ങനെ ആയിരിക്കും ചിലപ്പം മൊഴി മാറ്റിയത്. ചിലപ്പോൾ നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ 100% ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഞാൻ പറയത്തില്ല. ചിലപ്പോൾ അച്ഛൻ്റെ പുറത്തായിരിക്കാം, ഒന്നും പറയാൻ പറ്റാത്തൊരു കേസാണിത്. കാശിൻ്റെ പുറത്ത് ഇന്ന് എന്ത് സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, തെളിയട്ടെ, തെളിവുകൾ വരട്ടെ. മനസ്സിലായില്ലേ? എത്രയൊക്കെ സത്യങ്ങൾ കുഴിച്ചു മൂടിയാലും ചിലതൊക്കെ പൊങ്ങി വരുമെന്നാണല്ലോ. അങ്ങനെ പൊങ്ങി വരുന്നെങ്കിൽ പൊങ്ങി വരട്ടെ തെളിവുകൾ പുള്ളിക്കെതിരെ. ഇത്രയും വർഷമായില്ലേ, പൊക്കിയെടുക്കാൻ കുറേ പേര് ഓടിയല്ലോ പോലീസുകാരൊക്കെ ആയിട്ട്. എന്തേ ഒന്നും പൊങ്ങാത്തത്? അതാ എൻ്റെ സംശയം. എന്തെങ്കിലുമൊക്കെ ഒന്ന്, അതൊന്നുമില്ല. ഇവിടെ വേറൊരു കാര്യം അഡ്വക്കേറ്റ് പറയുന്നത് നിങ്ങൾ കേട്ടോ, പുള്ളിയുടെ മുൻ ഭാര്യ അഞ്ചു ചേച്ചിയൊക്കെ ഇതിനകത്തോട്ട് ഒരു ഗൂഢാലോചനയിൽ അവരൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള തോട്ടുകൾ പോലും പലർക്കും വന്നു പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ദിലീപിനെ കുറ്റക്കാരനാക്കണം, എന്നാൽ ദിലീപിനോടും ആ ഒരു നടിയോടും ദേഷ്യമുള്ള ഒരു വ്യക്തി ദിലീപിനിട്ടൊരു പണിയും കൊടുക്കണം, അവക്കിട്ട് തട്ടുക വേണം, ഈ ഒരു മൈൻഡുള്ള ഒരാളാണ് ഈ പരിപാടി മൊത്തം കളിച്ചതെങ്കിലോ? എൻ്റെ ഒരു സംശയമാണ്. അങ്ങോട്ട് ഒരാളാണെങ്കിലോ ചെയ്തുകൂടെ? ദിലീപ് വെട്ടു, ആ നടിക്കിട്ട് കൊടുക്കാനുള്ള പണിയും കൊടുത്തു, അയാൾ ഇപ്പോഴും സേഫായിട്ടിരിക്കുന്നു. ജനങ്ങൾ തപ്പി വരുമ്പോൾ പുള്ളിക്കും ഈ ഒരു നടിക്കും ചെറിയൊരു വഴക്കുണ്ട്. മനസ്സിലായില്ലേ? കാരണം ആ ഒരു നടി ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ ഭാര്യയോട് എന്തോ അവയവത്തിനുള്ള കണക്ഷനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നാണല്ലോ പറയപ്പെടുന്നത്. അതിൻ്റെ പേരിലുള്ള വൈരാഗ്യം ഇങ്ങനെ കളി മാറുമെന്ന് നല്ല ഉറപ്പുള്ള ഒരാൾ ഇടയ്ക്ക് നിന്ന് കളിച്ചതാവത്തില്ല ഇങ്ങനെ. എൻ്റെ ഒരു സംശയമാണ്. ദിലീപേട്ടൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇത് കൂടെ നിങ്ങളൊന്ന് കേട്ടോ. സത്യം ജയിച്ചു, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. പുള്ളി പലയിടത്തും പറയുന്ന, ഇപ്പം കഴിഞ്ഞ തുടക്കത്തിൽ തന്നെ ഞാൻ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, വേറൊരു സ്ഥലത്ത് നിന്ന് പുള്ളി പറയുന്നതും അത് തന്നെയാണ്. കുറച്ച് ക്രിമിനൽ പോലീസുകാർ അവർ നടത്തിയ ഒരു ഗൂഢാലോചന, അവർ നല്ല രീതിയിൽ ഒരു കളി കളിച്ചു, പുള്ളിയെ പിടിച്ചങ്ങ് പെടുത്താൻ. അതിനി കാശ് മേടിച്ചിട്ടാണോ, ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ, ഇനി അതുമല്ല, കേസ് എങ്ങനെയെങ്കിലും അങ്ങ് തെളിയിക്കണം. എല്ലാവരും പുള്ളിയെ കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ പുള്ളിയെ തന്നെ കുറച്ച് പിടിച്ചങ്ങ് ഇട്ടേക്കാം എന്നുള്ളൊരു മൂഡിൽ ഇനി അവർ കളിച്ചതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പുള്ളി അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഗൂഢാലോചനകൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലപ്പോൾ പുള്ളിക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ, എന്നാൽ ഈ സ്ത്രീ ഈ നടിയുമായിട്ടും അത്ര രസത്തിലല്ല, എന്നാൽ അവക്കിട്ടൊരു പണി കൊടുത്താൽ നേരെ ഈ പുള്ളി അകത്ത് പോകും എന്നുള്ളൊരു മൈൻഡിൽ ഒരാൾ കളിച്ചതായിരിക്കൂടെ? എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ ചിന്തിച്ച് കാണും. അങ്ങനെയും ആകാം, അങ്ങനെയും ആയിക്കൂടായികയില്ല, അങ്ങനെയും ആകാം എന്ന് വെച്ചിട്ട് പുള്ളി ഭയങ്കര ഡീസൻ്റാണ്, പുള്ളിനകത്ത് അങ്ങനെയും പറയുന്നില്ല. എല്ലാ സൈഡിലും ഒന്ന് നിങ്ങൾ കണ്ണോടിക്കുക, അത്രയും ഞാനും ചെയ്യുന്നുള്ളൂ. ഞാൻ ഇന്ന് കൂടുതൽ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു തെളിവുകളൊന്നും ഇല്ലാതെയാണ് പുള്ളിയെ വെറുതെ വിട്ടേക്കുന്നത്. 8ാം പ്രതിയാണ്. മനസ്സിലായില്ലേ? വെറുതെ വിട്ടു കോടതി. എന്തെങ്കിലുമൊക്കെ തെളിവ്? ഒന്നുമില്ല. കൂടാതെ എല്ലാവരും പുള്ളിയെ കല്ലെറിയാൻ നിൽക്കുക. പുള്ളി ഇന്ന് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ ആ ഒരു ഇമോഷൻ, ഒരു കള്ളനാണെങ്കിൽ ഇത്ര ഇമോഷനോടുകൂടി സംസാരിക്കാൻ പറ്റുമോ? ഒരു സംശയം. പിന്നെ കുറച്ച് മുമ്പ് ഞാനൊരു ഇതിനൊക്കെയാണ് സമ്മതിക്കേണ്ടത്. ഒരു പോസ്റ്റൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അയ്യോ, അത് മിസ്സിംഗ് ആണ്. ഞാനത് വേണമെങ്കിൽ ഈ വീഡിയോ ഞാനിപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് തരാം. ഏതോ ഒരു വേണ്ട, അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്ട്രൈക്കായിട്ട് നമ്മുടെ അഞ്ചത്തോട്ട് വരും. ഒരു ചാനലിനോടൊരു വ്യക്തി പറയുന്നതാണ്, ദിലീപ് ഇന്ന് പ്രസംഗിച്ചല്ലോ, ഇന്ന് കുറേ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് കേൾപ്പിച്ചല്ലോ, ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് എഴുതി പഠിച്ചിട്ട് വന്നിട്ട് പറയുന്നതാണെന്ന്. ദിലീപിന് അറിയായിരുന്നു ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പുള്ളിയെ കോടതി അങ്ങ് വെറുതെ വിടും എന്ന് പുള്ളിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതി പഠിച്ചിട്ട് വന്നതാണല്ല. നമ്മൾ നേരത്തെ കേട്ട
പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് പുറകെ നടന്നങ്ങ് ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് പുള്ളിയോട് ഒരു എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ട് ഇഷ്ടം വരുന്നത്. കാരണം അതുപോലെ അങ്ങ് പറഞ്ഞ് മറ്റേ അപരാധിച്ചങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക പുള്ളിയെ. അതിൻ്റെ ആവശ്യം എന്താ? എനിക്കത് മനസ്സിലാവാത്തത്. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ദിലീപിനെ ഇല്ലാതാക്കാൻ നോക്കുന്നോ അതോ ആ നടിക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നോ? ആ നടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവന്മാരെ കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യിപ്പിച്ചത് ആരാണെന്ന് കണ്ട് പിടിക്കുക. അല്ലാതെ അതിൻ്റെ പേരും പറഞ്ഞ് ദിലീപ് തന്നെ എന്നിട്ട് ദിലീപിനെ അങ്ങ് ഇല്ലാതാക്കുക. എടോ ഇന്ന് അതാ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു ചാനലിനോട് ഒരാൾ പറയുന്നതാണ്, ഒരു മുൻനിര ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ പറയുന്നതാണ്, ദിലീപ് എഴുതി പഠിച്ചിട്ട് വന്നതാണ്. എനിക്കത് പിടികിട്ടുന്നേ ഇല്ല. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരാളെ? എന്തിന്? ഇനി വേറൊരു വ്യക്തി, ഈ നടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. കോടതി വിധി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേയറ്റം നീതി നിഷേധമായിട്ടാണ്. ഇതിൽ ചെറിയ മീനുകളെ പിടിച്ച് ജയിലിലിട്ടു, അവർക്ക് ശിക്ഷ കൊടുത്തു, യഥാർത്ഥത്തിലുള്ള മീനിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ കേസിൻ്റെ, ഈ വിധിയുടെ ഒരു അവസാനം. ഇവർ ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് ചെറിയ രീതിയിൽ ചെറിയ മീനുകളാണ് അകത്തിപ്പോൾ കിടക്കുന്നതൊക്കെ, ചെറിയ മീനുകൾ. വലിയ മീനെ വെറുതെ വിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, ആ വലിയ മീൻ ദിലീപാണെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കുള്ളൊരു വലിയ മീൻ അത് പുറത്തുണ്ട്. അതാരാണെന്ന് വേണം കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിച്ചാലേ ആ നടിക്ക് നീതി കിട്ടുള്ളൂ. അവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെ തന്നെയാണ് ഞാൻ. മനസ്സിലായില്ലേ? എന്ന് വെച്ച് അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ദിലീപിനെ അടിച്ചങ്ങോട്ട് ഇല്ലാതാക്കണം, ആ ഒരു വ്യക്തിയല്ല ഞാൻ. നിങ്ങൾക്ക് കറക്റ്റ് കാര്യം കത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അത് തന്നെ ആയിരിക്കും ആഗ്രഹം. ദിലീപിനെ അങ്ങോട്ട് ഇല്ലാതാക്കുകയും ചെയ്യരുത്. അതായത് ഇല്ലാതാക്കുകയും സെൻസ് പുള്ളി തെറ്റുകാരനാണെങ്കിൽ ഇല്ലാതാക്കട്ടെ. പക്ഷേ ഇവിടെ ഇത്രയായി 8-9 വർഷം പുള്ളി അനുഭവിച്ചില്ലേ? എന്തെങ്കിലും പുള്ളി ഒരു തെറ്റുകാരനാണെങ്കിൽ 8ാം പ്രതി ആക്കാതെ 2ാമത്തെ 3ാമത്തെ പ്രതിയെങ്കിലും ആകത്തില്ലായിരുന്നോ? എല്ലാം പോട്ടെ, 6ാമത്തെ പ്രതി. ഇത് പുള്ളി അതൊന്നും അർഹിക്കുന്നില്ലടേ. മനസ്സിലായോ? അത്രയ്ക്കൊന്നും പുള്ളി കാണത്തില്ല. അപ്പം ഇത് ആരാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് കളിച്ചത്? അവനെ തൂക്കണം, അല്ലെങ്കിൽ അവളെ തൂക്കണം. അതാരാണെങ്കിലും വേണ്ടേ? എന്നാലേ നീതി കിട്ടുകയുള്ളൂ ആ ഒരു നടിക്ക്. ഇനി സാധാരണക്കാർ ജനങ്ങൾക്ക്, എന്നെപ്പോലെ ആൾക്കാർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കണ്ടേ? ഇതാ കേട്ടോ. നിങ്ങൾക്ക് റേറ്റിംഗ് ആയിരിക്കും പ്രധാനം. ഒരു മനുഷ്യന്റെ എന്താ പറയാ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും കളിച്ചത്. പക്ഷെ ഇന്ന് കോടതി തിരിച്ചറിഞ്ഞ് സത്യം ജയിച്ചു. ഈശ്വരനെല്ലാം കാണുന്നുണ്ട്. അതിന്റെ നേരം ഭയങ്കര ബഹളമായിരുന്നല്ലോ. അപ്പൊ ബഹളം എല്ലാം നിന്നുപോയോ? ഇപ്പൊ നീ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നത്? ഇനിയിപ്പോ ബഹളമൊന്നും നിന്നിട്ടില്ല പെങ്ങളെ. ബഹളമൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പുള്ളിയുടെ വീടിന്റെ മേളിൽ കൂടെ ഹെലി ഷോട്ട് പിടിക്കാൻ വേണ്ടി പറപ്പിച്ചോണ്ടിരിക്കുക. എനിക്കറിയത്തില്ല എന്തിനാണെന്ന്. പുള്ളി ആ ഗേറ്റ് കടന്ന് വീടിനകത്തോട്ട് കയറുന്നു, ഭാര്യ മകള് അവരുമായിട്ടുള്ള നിമിഷങ്ങൾ, അതുവരെ മേളിൽ കൂടെ ക്യാമറ ഇട്ട്. എടോ, ചാനലുകളെ ജനങ്ങൾ വെറുത്തു തുടങ്ങും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, ചാനലുകളെ, മെയിൻ സ്ട്രീം ചാനലുകളെ ജനങ്ങൾക്ക് ഈ ചെറിയ മറ്റേ നമ്മുടെ ക്യാമറയും കൊണ്ട് പോയി സിനിമാക്കാരുടെ എടുക്കുന്ന ആളുകളെ വെറുപ്പാണല്ലോ ഭൂരിഭാഗം ആളുകൾക്കും. അതിൻ്റെ ഇരട്ടി വെറുപ്പാവും ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ കാണിച്ചാൽ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സത്യമല്ല ജനങ്ങളെ, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. സത്യമല്ല, നിങ്ങൾക്ക് വെറുപ്പായി തുടങ്ങത്തില്ല. ഞാനിത് രാവിലെ തൊട്ട് കാണുമ്പോഴത്തേക്ക് ഇവന്മാരെന്ത് ഇങ്ങനെ? നമ്മളൊക്കെ പിന്നെ നിങ്ങൾ പറ, നമ്മളൊക്കെ കാശിന് വേണ്ടി അപരാധിക്കാനിരിക്കുന്നു, ആ രീതിയിലാണല്ലോ പറയുന്നത്. ഓക്കെ, ഈ വലിയ വലിയ നന്മകൾ മാത്രം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന മുൻനിര ചാനലുകൾ എന്തിന് ഈ പരിപാടി ചെയ്യുന്നു? എന്തിന്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമായി. എന്തിന്? ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു അഡ്വക്കേറ്റ് പറയുന്ന, അഡ്വക്കേറ്റ്സ് എല്ലാവരും ഈ ഒരു വിഷയം നല്ല രീതിയിൽ പഠിച്ച, തീരെ ബോധമില്ലാത്ത ആയിരിക്കത്തില്ലല്ലോ വക്കീലന്മാരെന്ന് പറയുന്നത്. ഇപ്പം ദിലീപിൻ്റെ വക്കീലാണെങ്കിൽ ഓക്കെ, ദിലീപിനെ സപ്പോർട്ട് ചെയ്തേ പറയത്തുള്ളൂ, അങ്ങനെ വെച്ചോ. പക്ഷെ അതല്ലാത്ത വക്കീലന്മാർ, ഈ കേസ് പഠിച്ചവർ, ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുമ്പം കുറച്ചെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ഇതും കൂടെ ഒന്ന് കേട്ടോ. ദിലീപിനെ കറക്റ്റായിട്ട് എനിക്കറിയാം. ഇങ്ങനത്തെ ഒരു വൃത്തികേടിൽ ചെന്ന് ആളല്ല. പുരുഷന്മാർക്ക് ഇവിടെ നീതി കിട്ടേണ്ടതുണ്ട്. അവൻ എന്ത് തെറ്റ് ചെയ്തു ഇവർ പറയണത്? അങ്ങനെയാണെങ്കിൽ കോടതിയും നിയമസംഹിതയും നമുക്ക് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. കഴിഞ്ഞ 8 വർഷക്കാലവും ഈ ട്രോമയിലൂടെയല്ലേ പ്രതികൾ കടന്നു പോയിരിക്കുന്നത്. ഇത് ദിലീപിനെ അറിയാത്ത വക്കീലല്ല എന്ന് ഇത് ദിലീപിന് അറിയാവുന്ന വക്കീലല്ല എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച വക്കീലിന്റെ കാര്യമാണ് പറഞ്ഞത്.
അതൊക്കെ വേറെ ഏതൊക്കെയോ വക്കീലടേ, എനിക്ക് ആ പുള്ളി അറിയത്തില്ല. പക്ഷെ ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. പറയുന്നത് കേട്ടല്ലോ, സത്യമല്ലേ? എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ, പിന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെ പറയുന്നു അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എന്തിന്? നിങ്ങൾ ഇവരെ വിടൂ, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നോക്കൂ. ദിലീപിനെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആളുകൾ. അവർ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ നിർമ്മാതാവ് സുരേഷ്, കീർത്തി സുരേഷിൻ്റെ ഒക്കെ അച്ഛൻ, പുള്ളി പറയുന്നത് കേട്ടു. ഇത്രയും വർഷം പുള്ളി അനുഭവിച്ചതിന് ആരും മറുപടി പറയും? സത്യമല്ലേ? ഈ പുള്ളി തെറ്റുകാരനല്ല എങ്കിൽ ഈ 8-9 വർഷം പുള്ളി കാശ് കോടികൾ മുടക്കി അതൊക്കെ വിടുക. പക്ഷെ പുള്ളി മെൻ്റലി അനുഭവിച്ചത്, എത്ര രാത്രികൾ പുള്ളി ഉറങ്ങാതെ കിടന്നിട്ടുണ്ടായിരിക്കും, എത്ര രാത്രികൾ ജയിലിൽ കിടന്നതും വിടും. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വർഷങ്ങളായിട്ട് ആ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും പുള്ളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പുള്ളിയുടെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കേസ് നടക്കുന്ന സമയത്ത് മക്കൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? മെൻ്റൽ ടോർച്ചർ, ഇതൊക്കെ അവർ അനുഭവിച്ചു. ആ നടിക്ക് പറയാമായിരുന്നു പുള്ളിയെ ആക്രമിക്കൂ, പുള്ളിയുടെ കുടുംബത്തെ വെറുതെ വിടുമെന്ന്. അങ്ങനെയെങ്കിലും പറയാമായിരുന്നല്ലോ. അതൊന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. പുള്ളിയുടെ കൊച്ചു പിള്ളേരെ, അതിനെ വരെ വെറുതെ വിട്ടോ ഇവിടെ? ഇല്ല. പിന്നെ നേരത്തെ ഒരു അഡ്വക്കേറ്റ്, കുറേ വക്കീലന്മാരെ ഞാൻ കാണിക്കുന്നുണ്ട്, അതാണ് കേട്ടോ കൺഫ്യൂഷൻ ആവുന്നത്. നേരത്തെ ഒരു വക്കീലിൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചില്ല, പുള്ളി പറയുന്നത് കേട്ടില്ലേ? ഇവിടെ ഇങ്ങനെയാ. തെളിയട്ടെ, നീതി കിട്ടട്ടെ, 2 പേർക്കും കിട്ടട്ടെ. ഞാനത് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ആ നടിക്ക്, അവർക്ക് നീതി കിട്ടണം. അവർക്ക് നീതി കിട്ടണമെങ്കിൽ ആരാണ് ഇതിൻ്റെ പുറകിൽ? ഈ 1, 2, 3 പ്രതി ഇവന്മാർ നിൽക്കട്ടെ അവിടെ. അവന്മാരെ കൊണ്ട് ജയിപ്പിച്ചത് ആര്? 1 തൊട്ട് 6 വരെയുള്ള പ്രതികൾ അവന്മാർ ഗൂഢാലോചന നടത്തി. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കാണുമല്ലോ. ഇവന്മാർ വെറുതെ അങ്ങോട്ട് പോയി നടിയെ ചെയ്തായിരിക്കത്തില്ലല്ലോ, ആരെങ്കിലും കാണുമല്ലോ മീനൊരർത്ത്. അതാരാണെന്നൊന്ന് അന്വേഷിച്ച് അതും കൂടി ഒന്ന് പുറത്ത് കൊണ്ടുവന്നാൽ കൊള്ളാമായിരുന്നു. ആഗ്രഹമാണ്, പക്ഷെ അതിന് നടക്കൊന്നും തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ആ നടി വീണ്ടും അടുത്ത കോർട്ടിലേക്കൊക്കെ മാറി വീണ്ടും ഈ കേസിൻ്റെ പുറകെ പോകുന്നത്? എനിക്കറിയത്തില്ല. ചിലപ്പോൾ പോകുമായിരിക്കാം, ചിലപ്പോൾ ഇവിടം കൊണ്ട് നിർത്തിയേക്കാം. കാരണം ഇത് തന്നെ 8 വർഷം, ഇനി എത്ര വർഷം അവർ ഇതിൻ്റെ പുറകെ? ആ നടിയുടെയും കൂടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. ഇനി ഓടണോ അവർ? ആ ഒരു പ്രശ്നത്തിന് ശേഷം വളരെ കുറച്ചാണ് സിനിമകൾ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. ഒരുപാട് ഇൻ്റർവ്യൂകൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, പലതും അവർക്ക് പറയേണ്ട വരും. മനസ്സിലായില്ല? പല ചോദ്യങ്ങൾ അവർ നേരിടേണ്ടി വരും. അവരുടെ ഒരു അവസ്ഥ അതും കൂടെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇപ്പറേ നിന്ന ഈ നടൻ്റെ അവസ്ഥയും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഹിയർ.